ഹലോ ഫാമിലീസ്, അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പം എല്ലാവരും കുടുംബത്തോട്ട് കയറി വാ. ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ കേട്ടോ. കുറേ നാൾ കൂടി നമ്മൾ ഇച്ചിരി മത്തി മേടിച്ചു. ഓ മൈ ഗോഡ്, സാധാരണക്കാരൻ്റെ നെയ്മി. അപ്പോൾ ആ മത്തിയിൽ ഇന്നൊരു ചെറിയ മുളക് കറി വെക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ പ്രാരംഭ ഘട്ടമൊക്കെ ഏകദേശം ഓണാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പൊക്കെ കത്തിച്ച് ചട്ടിയൊക്കെ വെച്ച് ചട്ടിയൊക്കെ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓക്കെ, കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇനി അങ്ങനെ ആക്ച്വലി എന്നൊക്കെ പറയും കേട്ടോ നമ്മുടെ വീഡിയോയിൽ. ഓക്കെ, ആക്ച്വലി നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമ്മൾ ചട്ടി ജസ്റ്റ് അടുപ്പിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കുറച്ച് ഹോട്ട് ആയാൽ മതിയാവും. സോ നമ്മൾ ഈ വുഡിൻ്റെ അടുപ്പ് പ്രിഫർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഭയങ്കര ഒരു ഓൾഡ് ഡ്രമാസ്റ്റിക് നൊസ്റ്റാൾജിക് ഫീലാണ്. അത് തന്നെയല്ല, എനിക്ക് തോന്നുന്നു ഗ്രാൻഡ്മയൊക്കെ പറയും ഇതിൽ വെക്കുമ്പോൾ ഭയങ്കര ഓ മൈ ഗോഡ് ടേസ്റ്റ് ആണെന്ന്. സോ നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. കമോൺ ഗായ്സ്. അപ്പം ആദ്യം തന്നെ ഇതിന് വേണ്ടത് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആണ്. സോ നമുക്ക് നമ്മുടെ മത്തി കഴുകി വെക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം ഞാൻ കാണിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ചെറിയുള്ളി, ഓണിയൻ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓണിയൻ ആണ് എടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഈ വർഷത്തെ ബഡ്ജറ്റ് പ്രകാരം നമുക്ക് ഉള്ളി വാങ്ങിക്കാൻ പറ്റിയില്ല. സോ നമ്മളുടെ ഓണിയൻ വെച്ച ഉള്ളിനെ റീപ്ലേസ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. കുറച്ച് ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയും കുറച്ച് ജിഞ്ചറുമാണ്, അതായത് ഇഞ്ചി വെളുത്തുള്ളി. ഇത് സാധാരണ നമുക്ക് ഒരു കുഞ്ഞു മീൻകറി ആയതുകൊണ്ട് ഇത്രയും ഇഞ്ചി വേണ്ട, കുറച്ച് ഇഞ്ചി മതി. ഇത്രയും ഇഞ്ചി ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ദേ ഇത്രയും വെളുത്തുള്ളിയും. സ്റ്റീൽ പാത്രം വെട്ടി തിളങ്ങിട്ട് ഫ്ലാഷ് തിരിച്ചടിക്കണം എൻ്റെ അമ്മച്ചിയാ. അപ്പൊ ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചിട്ടായിരിക്കും ഞാൻ കറിയിലിടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും വേണ്ട. പിന്നെ കുറച്ച് മീൻ വറക്കാനും കൂടിയുണ്ട്, ഫിഷ് ഫ്രൈ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്ര എടുത്തേക്കുന്നത്. ഇതിൽ കുറച്ച് മതിയാവും നമ്മുടെ കുഞ്ഞു മീൻകറിക്ക്. അപ്പോൾ ഓക്കെ, മറന്നുപോയ ആളെ പരിചയപ്പെടുത്താൻ. അപ്പൊ ഇതാണ് നമ്മളുടെ കൊടംപുളി. ഉപ്പിലിട്ടതാണ് കേട്ടോ, ഉപ്പ് കല്ലാണ് ഞാൻ ഇട്ടത്. അപ്പൊ ആദ്യം തന്നെ നന്നായിട്ട് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ ഇതിലേക്ക് കാക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാൻ പോവാണേ. ദിസ് മച്ചാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത്രയും വേണ്ട, കുറച്ച് മതി. നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം കേട്ടോ. ഓ മൈ ഗോഡ്, ചട്ടി ചൂടായ ദിസ് മച്ച് കടുക് ഇട്ടു. ലിപ്പ പൊട്ടും. ഒരു ലേശ ഉലുവ. സാധാരണ എല്ലാവരും ഉലുവ പൊടി ചേർക്കും കേട്ടോ. ഞാൻ ഉലുവയായിട്ട് അങ്ങ് ചേർക്കും. ഇനി കുഞ്ഞു സൗണ്ടിൽ പൊട്ടുന്നില്ല, ചൈനീസ് പടക്കം പോലെ, അത് ഉലുവയാട്ടോ. ചോപ്പ് ചെയ്ത് വെച്ച ഓണിയൻസ് ആണ്. അപ്പൊ സോ നമ്മൾ ഓണിയൻസ് ആഡ് ചെയ്യുവാണ്. ശരിക്കും ഡേഞ്ചറസ് ആകട്ടോ, അതുകൊണ്ട് കൈ പൊള്ളാതെ നോക്കണം. ഇളക്കാൻ ഞാൻ മണ്ടേ മിടുക. അത് ഇങ്ങനെ എല്ലാ വശം നന്നായിട്ട്. ഇതിനൊരു പേര് പറയുമല്ലോ ഇപ്പോഴത്തെ കുക്കിംഗ് വീഡിയോ. സോട്ട് ചെയ്യണം. ഓക്കെ, ഇതിങ്ങനെ ഇട്ടിട്ട് നളം പറയുന്ന ലേശം സവോളായിട്ട് സോട്ട് ചെയ്യണം. പക്ഷെ ഇതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല കേട്ടോ. അവളുടെ കളർ അങ്ങോട്ടാണ്, ഇവന്റെ നിറം അങ്ങോട്ട് മാറണം. ഇവന്റെ തനിക്കണം നമ്മൾ കാണണം. അപ്പൊ അതുവരെ നമ്മൾ ഇവനെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കണം. ഈശ്വര, വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോയില്ല, അവസാനം മീൻകറി വരെ എല്ലാരും കാണണം കേട്ടോ. കണ്ടോ, അവന്റെ തനിക്കണ്ണം കണ്ടോ, ഇച്ചിരി കളറൊക്കെ മാറി ഒരു ഗോൾഡൻ കളറിലോട്ടൊക്കെ വരുന്നുണ്ട്. ഈശ്വര, കരിക്കും തോന്നുന്നു. ഗോൾഡനെ. അപ്പൊ ഇതിലേക്ക് നമ്മള് ചതച്ച് വെച്ച ജിഞ്ചർ നമ്മളതിനകത്തേക്ക് ഇട്ടു. ദെൻ നമ്മുടെ സ്ഥിരം പരിപാടി, കടുവറ എന്ന് ഉറവശി പറഞ്ഞാല് കുട്ടികൾക്ക് എന്ന് ഞാൻ പറയും. സത്യം പറഞ്ഞ ഈ മൊബൈൽ ഫോണിലൊക്കെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്ത് അത് നിങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ വേണമായിരുന്നു. അപ്പൊ അതിന്റെ സ്മെല്ല് അറിയാൻ പറ്റും. നല്ല വൃത്തികെട്ട മണമല്ല കേട്ടോ, നല്ല മണമുണ്ട്.
നല്ല സ്മെല്ല്. അഥോ അങ്ങനെ പറയാൻ പാടില്ല. സ്മെല്ലൊക്കെ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ മസാലക്കൂട്ട്, അതായത് മുളകടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, സോറി കുക്കിംഗ് വീഡിയോ പറയുന്നല്ല, കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് കൊറിയാണ്ടർ പൗഡർ, കുറച്ച് ടാർമറിക് പൗഡർ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. സോ നമ്മൾ മസാല നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ മസാലക്കൂട്ട് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മൂക്കാതെ, അതായത് നന്നായിട്ട് അതൊന്ന് ആ എണ്ണയും ഇതും ആ വെളുത്തുള്ളിയും ഈ ഇഞ്ചിയുടെ ആ ഒരു ഇതുമൊക്കെ ആയിട്ട് പിടിക്കാതെ നമ്മൾ പെട്ടെന്ന് വെള്ളം ഒഴിച്ച് ചാറ് കൂട്ടുമ്പോഴാട്ടോ ടേസ്റ്റ് അധികം വരാതെ. ഈ ഷാപ്പിലൊക്കെ കണ്ടിട്ടില്ലേ, അവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവർ മൂപ്പിക്കും. അപ്പം അതുപോലെ അത്രയും മൂത്തില്ല, കരിയും പോവാണ്. അതുകൊണ്ട് കരിയുന്നതിന് മുമ്പ് നമ്മൾ പുളിവെള്ളം, ഇനി ഈ ചാറ് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. അപ്പം അതുവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം അടച്ചു വെച്ച് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ ഹീറോയെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അടച്ച്. അപ്പം നമുക്ക് പതിയെ മൂടി മാറ്റി നോക്കാം. തിളയ്ക്കണ തിള കണ്ടോ. അപ്പം ഇതിലേക്ക് നമുക്ക് നമ്മുടെ നായകനെ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, നായകനെ നമ്മളിവിടെ ചന്നം ചുന്നം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ, ഒരു കൊച്ചു മത്തിക്കറി കേട്ടോ. അപ്പം നമുക്ക് നായകനെ ഇതിനകത്ത് ഇങ്ങനെ വെതറി ഇടണം. സോ നമുക്ക് നായകനെ അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ച നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും സ്വാദിഷ്ടമായ മീൻകറി നമുക്ക് ഞൊടിയിടെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് അൽഗുൽത്ത് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്